ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പഠിക്കാനുള്ളതിൽ വെറുതെ മാർക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു 6 മാർക്ക് നിങ്ങൾക്ക് വെറുതെ ആൻസർ പേപ്പറിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്ലസ് ടുവിൽ ആഡ് ചെയ്തൊരു ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ വിചാരിക്കാവുന്നൊരു ചാപ്റ്ററാണ്. അത്രയും സിമ്പിളാണ്. ഒറ്റ ക്വസ്റ്റ്യനെ ഞാൻ പറയുന്നുള്ളൂ. ആ ക്വസ്റ്റ്യൻ വൃത്തിക്ക് പഠിക്കുക, പറയുന്ന ഓരോ സ്റ്റെപ്പും വൃത്തിക്ക് കേട്ട് മനസ്സിലാക്കുക, ആൻസർ എഴുതുക, മാർക്ക് വാങ്ങുക. ഒറ്റ ക്വസ്റ്റ്യൻ 6 മാർക്ക്, ഒറ്റ ക്വസ്റ്റ്യൻ 6 മാർക്ക്. റെഡി അല്ലടാ? ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചോളൂ. മിനിമൈസ് ആൻഡ് മാക്സിമൈസ് z ഇസ് ഇക്വൽ ടു 200x പ്ലസ് 500y. 200x പ്ലസ് 500y എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് x പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ രണ്ടാൾക്കാരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ടാൾക്കാരങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇവർ രണ്ടാളും ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ വാല്യൂ 0നേക്കാളും വലുതാവണം, വൈൻ്റെ വാല്യൂ 0നേക്കാളും വലുതാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എക്സും വൈയും 0നേക്കാളും വലുതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ക്വാഡ്രൻ്റാടാ? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ മാത്രമേ ഗ്രാഫ് ഷെയ്ഡ് ചെയ്യാനുണ്ടാവുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രമേ ഗ്രാഫ് ഷെയ്ഡ് ചെയ്യാനുണ്ടാവുള്ളൂ. ഓക്കെ അല്ലടാ? ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഞാൻ നിങ്ങൾക്ക് തന്ന കൺസ്ട്രെയിൻസ്, ഈ സെഡിനെ ഞങ്ങൾ അവിടെ നിർത്തട്ടോ. അയാളെ നമുക്ക് ആദ്യം ആവശ്യമേ ഇല്ല. അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് സെഡിനെ സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻ മാക്സിമൈസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും തന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നമുക്ക് അവസാനത്തെ സ്റ്റെപ്പിലേക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതുവരെ അയാളോട് എടുത്തേക്കുക. നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഈ തന്ന കൺസ്ട്രെയിൻസ് ആയിട്ട് തന്ന എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലാത്ത ബാക്കി രണ്ടാൾക്കാരുണ്ടല്ലോ, അതുപോലെ രണ്ടാൾക്കാർ നിങ്ങൾ എടുക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇവരെ രണ്ടാൾക്കാരും വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സ്റ്റെപ്പ് മാറ്റിയിട്ട് എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കി കൊടുക്കണടാ? ഈക്വൽ ടു 10 എന്നാക്കി കൊടുക്കുക. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ഈക്വൽ ടു 10 എന്നാക്കി കൊടുത്തു. അടുത്തൊരു ടേബിൾ, ഒരു ചെറിയൊരു കോളം അവിടെ വരച്ചു കൊടുക്കുക. ഒരു 6 കള്ളി കോളം വരച്ചു കൊടുക്കണം. ഒരു 6 കള്ളിയുള്ള ഒരു കോളം വരച്ചു. ഫസ്റ്റ് ഇവിടെ എക്സ് ഇട്ടു, ഇവിടെ വൈ ഇട്ടു. ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യനിലും ഇവിടെ എന്ത് തന്നാലും നിങ്ങൾ ഇതേപോലെ ഈക്വൽ ടു ആക്കി എഴുതി കൊടുക്കുക. ഇതേപോലെ ഒരു 6 കള്ളി കോളം ഇടുക, എക്സും വൈ ഇടുക. എക്സിന് ആദ്യം ഇവിടെ മുകളിൽ 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ വൈ എന്ത് കിട്ടുന്നതാണ്? ഇതിലൊന്ന് കൊടുത്തു നോക്കിയടാ. എക്സിന് 0 കൊടുത്താൽ എക്സ് 0 ആയാൽ 0 പ്ലസ് 2y ഈക്വൽ ടു 10. അപ്പോൾ വൈ ഈക്വൽ ടു എന്ത് കിട്ടൂടാ? 5 എന്ന് കിട്ടൂലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ അത് നേരെ താഴെ എഴുതി കൊടുക്കുക, വൈ ഈക്വൽ ടു 5. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയി നിങ്ങൾക്ക് ഗ്രാഫിൽ മാർക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ പോയിന്റ് ഏതാടാ? 0,5 എന്ന് പറയുന്നതാണ് ഗ്രാഫിൽ മാർക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ അല്ലേ? റെഡി അല്ലടാ? ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ആരെ 0 കൊടുക്കണടാ? വൈനെ 0 കൊടുക്കണം. ഈ എക്സിന് 0 കൊടുക്കലും വൈനെ 0 കൊടുക്കലും ഒക്കെ എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ മാത്രമല്ല, ഏത് ക്വസ്റ്റ്യൻ ഇതിന് പകരം ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതേ സാധനം തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടേബിൾ വരയ്ക്കുക, എക്സിന് 0 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക. ഇവിടെ വൈക്ക് 0 കൊടുത്തിട്ട് അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ത് കിട്ടും നോക്കുക. വൈയിൽ ഈ ഇക്വേഷനിൽ വൈക്ക് പകരം 0 കൊടുത്താൽ ഈ ടേം മൊത്തത്തിൽ 0 ആയി പോകില്ലേ? ബാക്കി ഇവിടെ എക്സ് ഈക്വൽ ടു എന്താ കിട്ടുക? 10 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പോയിന്റ് എഴുതാം. എക്സും വൈയും ഉപയോഗിച്ചിട്ട് എഴുതുന്ന പോയിന്റ് എന്താടാ? 10,0 എന്ന പോയിന്റ് എഴുതി കൊടുക്കുക. ഇതേ ഓർഡറിൽ എഴുതി പോയതാൽ ഇതിൽ വേറൊരു തെറ്റും വരാൻ സാധ്യതയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ താഴെ എഴുതാനുള്ള നമ്മുടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ മുകളിലേക്കാക്കി എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾ അടുത്തത് ഇതിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരേ ഒരു കാര്യം, ഈ തന്ന ഇനീക്വാളിറ്റി ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്ന ഇനീക്വാളിറ്റി എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നല്ലേ? ഇതിന് 2 പോയിന്റിലും എക്സിനും വൈക്കും നിങ്ങൾ എന്ത് വാല്യൂ കൊടുക്കുക? 0 കൊടുക്കുക. ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ 2 പോയിന്റുകൾ അവിടെ വെക്കുക. അടുത്തത് എക്സിനും വൈക്കും 0 കൊടുത്ത് വെക്കുക. ഇവിടെ രണ്ടിടത്തും 0 കൊടുത്താൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നല്ലടാ? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ് കിട്ടുക. ശ്രദ്ധിച്ചോ, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? സത്യമാണോ? 0 10നേക്കാളും വലുതാണ്. അത് ശരിയാണോടാ? അത് ശരിയല്ലല്ലോ, റോങ് അല്ലേ? അപ്പോൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ട്രൂ ആണെങ്കിൽ ടുവേർഡ്സ് ഒറിജിൻ. അടുത്തത് ഫാൾസ് ആണെങ്കിൽ എവേ ഫ്രം ഒറിജിൻ. എന്താണ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയില്ലേ? ഈ 0 എന്നുള്ള പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? ഒറിജിൻ എന്ന് പറയുന്നത്. ട്രൂ ആണെങ്കിൽ ഒറിജിൻ്റെ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം, ഫാൾസ് ആണെങ്കിൽ ഒറിജിനിൽ നിന്ന് പുറത്തേക്ക് ഷെയ്ഡ് ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ട്രൂ ആണ് സ്റ്റേറ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ഒറിജിൻ, ഫാൾസ് ആണ് സ്റ്റേറ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ എവേ ഫ്രം ഒറിജിൻ. ഇവിടെ നോക്കിയടാ, ഈ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് അല്ലേ? ഫാൾസ് ആണെങ്കിൽ എവേ ഫ്രം ഒറിജിൻ എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ അതേപോലെ എഴുതി കൊടുക്കുക. സിമ്പിൾ അല്ലേടാ? ഇത്രയും പണി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ടുള്ള പരിപാടികൾ കഴിഞ്ഞു. ഇനി അടുത്ത് നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകണം. രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്യടാ? ഇവിടെ ശ്രദ്ധിച്ചോ. രണ്ടാമത്തെ ഇക്വേഷൻ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മക്കളെ
എന്തായാലും നിങ്ങൾ നോട്ടിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എഴുതി വെച്ചോ. മലയാളത്തിൽ വേണ്ട കാര്യങ്ങൾ മലയാളത്തിലും എഴുതി വെക്കുക, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയുന്ന സ്റ്റെപ്പുകളൊക്കെ അതേപോലെ എഴുതി വെക്കട്ടെ. അറിയാത്ത ആളുകൾ മാത്രമേ ഇത് കാണേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇത് ചെയ്ത് പഠിച്ച ആൾക്കാർ ഇത് ഒഴിവാക്കുക, അടുത്ത ചാപ്റ്ററിലേക്ക് പോവുക. ഓക്കെ, അറിയാത്ത ആളുകൾ മാത്രം നോക്കുക. 6 മാർക്ക് സിമ്പിളായിട്ട് കിട്ടാനുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 3x + 4y <= 24. ഓക്കെ, എക്സിന് 0 വൈക്ക് 0 ടേബിൾ എടുത്തു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള മാറ്റിയിട്ട് എന്താക്കണടാ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കി കൊടുക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കി കൊടുക്കണം. എന്ത് കൊടുക്കുക? ടേബിൾ എടുത്തു, 6 കള്ളിക്കോളം വരച്ചു, എക്സ് എഴുതി, വൈ എഴുതി, എക്സിന് 0 കൊടുത്തു. ഇതൊക്കെ എല്ലായിടത്തും ഇതേപോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സിന് 0 കൊടുത്താൽ ഇവിടെ ആൻസർ എന്താണ് കിട്ടുക? എക്സിന് ഇതിൽ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ 4y = 24 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് y = എന്ത് കിട്ടൂടാ? 4y = 24 ആണെങ്കിൽ y = 4 അപ്പുറത്തേക്ക് കൊണ്ടുപോയ പോലെ 24 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എന്ത് കിട്ടും? y = 6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? വൈൻ്റെ വാല്യൂ കിട്ടി. വൈൻ്റെ വാല്യൂ ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ഒരു പോയിന്റ് എഴുതി കൂടെ? വൈൻ്റെ വാല്യൂ എന്താ? വൈൻ്റെ വാല്യൂ 6 എന്ന് കിട്ടി. 0,6 എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ഗ്രാഫിൽ മാർക്ക് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് 0,6 എന്നാണ്. അടുത്തത് എന്തിന് 0 കൊടുക്കടാ? വൈക്ക് 0 കൊടുത്തു. വൈക്ക് 0 കൊടുത്താൽ എക്സ് എന്ത് കിട്ടും എന്നുള്ളത് നോക്കണം. ഇതിൽ വൈക്ക് 0 കൊടുത്താൽ 3x = 24 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് x = 24 ഡിവൈഡഡ് ബൈ 3. എത്ര കിട്ടുവാടാ? x = 8 എന്ന് കിട്ടും. ഓക്കെ, 24 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ x = 8 കിട്ടി. എക്സിന് 8 കിട്ടിയാൽ ആ 8ന് ഇവിടെ എഴുതി കൊടുക്കുക. പോയിന്റ് അതിൻ്റെ താഴെ എഴുതി കൊടുക്കുക. 8,0 ഗ്രാഫിൽ മാർക്ക് ചെയ്യേണ്ട 2 പോയിന്റുകൾ കിട്ടി. ഈ 2 പോയിന്റുകളും ഗ്രാഫിൽ മാർക്ക് ചെയ്ത് അത് ജോയിൻ ചെയ്താണ്ട് വരച്ചു കൊടുത്താൽ ആ ലൈനായി. ഈ 2 പോയിന്റുകളും ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റുകൾ ജോയിൻ ചെയ്ത ഒരു ലൈൻ വരച്ചു കൊടുത്താൽ ഈ ഇക്വേഷൻ്റെ ലൈനുമായി, ഈ ഇക്വേഷൻ്റെ ലൈനുമായി. 2 ലൈൻസ് കിട്ടിയില്ലേ? ഇനി ഇവിടെ ചെയ്ത ഈ 0,0 കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇവിടെയും ചെയ്യണം. 0,0 കൊടുക്കുക. 0,0 കൊടുക്കുമ്പോൾ ഇവിടെ ഇനീക്വാലിറ്റി എന്താണ്? ഈ 0,0 കൊടുക്കേണ്ടത് നിങ്ങൾ ഇനീക്വാലിറ്റിയിലാട്ടോ, ഇക്വേഷനിലല്ല കൊടുക്കേണ്ടത്. 0,0 കൊടുക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ തന്ന ഇനീക്വാലിറ്റിയില്ല. അതുകൊണ്ട് അവിടെ > 10 ആയത്. ഇവിടെ << 10 എന്നുള്ളടത്ത് 0,0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുക? 0 <> 24 എന്ന് കിട്ടും. 0 24നേക്കാളും ചെറുതാണ്. 0 <> 24. ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോടാ? ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ അല്ലേ? 0 24നേക്കാളും ചെറുതല്ലേ? അപ്പോൾ എന്ത് എഴുതാം? ട്രൂ ആണെങ്കിൽ എന്താ കണ്ടീഷൻ ഇടാ? ട്രൂ ആണെങ്കിൽ ടുവേർഡ്സ് ഒറിജിൻ എന്ന് എഴുതി കൊടുക്കുക. ടുവേർഡ്സ് ഒറിജിൻ എഴുതി കൊടുക്കുക. സെറ്റല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗ്രാഫിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ചെയ്തു വെക്കേണ്ടത്. കിട്ടിയ സാധനത്തിന്, കിട്ടിയ ഇനീക്വാളിറ്റിനെ ഇക്വേഷനാക്കി മാറ്റി ആ ഇക്വേഷനിൽ ടേബിൾ വരച്ചു, പോയിന്റുകൾ കണ്ടുപിടിച്ചു, ഏത് ഭാഗത്തേക്കാണ് ടുവേർഡ്സ് ഒറിജിൻ ആണോ എവേ ഫ്രം ഒറിജിൻ ആണോ ഷെയ്ഡ് ചെയ്യേണ്ടത് എന്ന് നോക്കി. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഗ്രാഫിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചോ, ഗ്രാഫിലേക്ക് പോവാണ്. ഇതാണ് ഗ്രാഫ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്, സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. ശ്രദ്ധിച്ചോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് പോയിന്റ് എടുക്കുക. നിങ്ങളെ ഫസ്റ്റ് പോയിന്റ് എന്താടാ? ഫസ്റ്റ് നിങ്ങൾക്ക് വരക്കേണ്ട ഇക്വേഷൻ ഇതിൻ്റെതാണ്. ആദ്യം 0,5 എന്ന് പറയുന്ന പോയിന്റും 10,0 എന്ന് പറയുന്ന പോയിന്റുമാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ടത്. 0,5 എക്സ് ആക്സിസ് 0 വൈ ആക്സിസ് 5 ഇതല്ലേ ആ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. 0,5 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അടുത്തത് 10,0 എന്ന് പറയുന്ന പോയിന്റാ. ഇതല്ലേ ആ പോയിന്റ്? 10,0 എന്ന് പറയുന്ന പോയിന്റും ഞാൻ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. ആ 2 പോയിന്റുകളും ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചോടാ. അതാണ് x + 2y = 10 എന്ന് പറയുന്ന ലൈന്. അതാണ് ആ ഫസ്റ്റ് ലൈന്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ തന്നൊരു സാധനം ഉണ്ടടാ. എന്താ അതിൻ്റെ താഴെ തന്ന സാധനം? അതിൻ്റെ താഴെ നമ്മൾ എഴുതി വെച്ചത് ഫാൾസ് ആണ്, എവേ ഫ്രം ഒറിജിൻ ആണ്. എങ്ങനെയാ ഫാൾസ് എവേ ഫ്രം ഒറിജിൻ എന്ന് പറയാ? ഫാൾസ് എവേ ഫ്രം ഒറിജിൻ ഇതല്ലേ ഒറിജിനടാ? ഒറിജിനിൽ നിന്ന് പുറത്തേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, ഉള്ളിലേക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഇക്വേഷന്റെ പുറത്തേക്ക് നിങ്ങൾ ഒരു ആരോ ഇട്ട് കൊടുക്കുക. ആ ലൈനിന്റെ പുറത്തേക്ക് നിങ്ങൾ ആരോ ഇട്ട് കൊടുക്കുക. 2 അറ്റങ്ങളിലും അതിൻ്റെ പുറത്തേക്ക് ഒരു ആരോ ഇട്ട് കൊടുക്കുക. അടാ, ഈ ലൈൻ ഫസ്റ്റ് ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തെ ലൈൻ വരക്കാൻ പാടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ലൈൻ നിങ്ങൾ ആദ്യം വരച്ച് വെക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ലൈനിലേക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൈൻ എടുത്തു. ഫസ്റ്റ് ലൈൻ ഇതേപോലെ വരക്കണം. ഞാൻ ആദ്യം വരച്ചുകൊണ്ടാണ് ഈ 2 ലൈനും ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ലൈൻ നിങ്ങൾ വരച്ചു. ഈ 2 ആരോയും മുകളിലേക്കുള്ള ആരോയും നിങ്ങൾ ഇടണം. അത് ഇട്ട് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ലൈനിലേക്ക് പോകേണ്ടത്. എന്താണ് രണ്ടാമത്തെ ലൈൻ? രണ്ടാമത്തെ ലൈൻ എന്താടാ? ഇതാ രണ്ടാമത്തെ ലൈനിൽ വരക്കേണ്ട പോയിന്റുകൾ 0,6ഉം 8,0യുമാണ്. 0,6ഉം 8,0യും. ഇക്വേഷൻ ഇതാ ഗ്രാഫിലേക്ക് പോകാം. 0,6 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. 8,6 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. 8,0 എന്ന് പറയുന്ന പോയിന്റും 0,6 എന്ന് പറയുന്ന പോയിന്റും മാർക്ക് ചെയ്തു. അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ലൈൻ വരച്ചോടാ. അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് വരക്കുന്ന ലൈൻ ഏതാ? 3x + 4y = 24 എന്ന് പറയുന്ന ലൈനാണ്. ഓക്കെ അല്ലേ? ഈ 2 ലൈനും വരച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കണം. ട്രൂ അല്ലേ? ട്രൂ ആണെങ്കിൽ എന്താണടാ? ടുവേർഡ്സ് ഒറിജിന്റെ സൈഡിലേക്ക്
സൈഡിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, ഒറിജിൻ്റെ സൈഡിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതല്ലടാ ഒറിജിൻ്റെ സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? ഇങ്ങോട്ട് താഴേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇങ്ങോട്ട് താഴേക്കാണ് എന്ത് ചെയ്യേണ്ടതാ? ഷെയ്ഡ് ചെയ്യേണ്ടത്. ഒറിജിൻ്റെ സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ താഴേക്ക്. ഇതിനെ ഞാനൊന്ന് കളർ മാറ്റുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ. ഇതിനെ ഞാനൊന്ന് കളർ മാറ്റിയിട്ട് വരക്കുന്നുണ്ട്. ഇതാ, ഇതിനെ ഇങ്ങോട്ടേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, ഇതിനെ മുകളിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, ഇതിനെ മുകളിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, ഇതിനെ താഴേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലടാ, താഴേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് താഴേക്കും ഇത് മുകളിലേക്കും. ഇനിയാണ് നിങ്ങൾ ഫീസിബിൾ റീജിയൻ, എവിടെയാണ് നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ള റീജിയൻ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഈ ആരോകൾ നോക്കിയിട്ടാണ് നിങ്ങൾ ഇത് കാണണ്ടടാ. എടാ, ഇതിൻ്റെ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഈ താഴ്ഭാഗം വരുന്നുണ്ടോ? ഈ പോർഷൻ വരുന്നുണ്ടോ? ഇതിൻ്റെ മുകളിലേക്കാവുമ്പോൾ ഈ പോർഷൻ വരുന്നില്ലല്ലോ, ഈ പോർഷനും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഈ പോർഷൻ, ഇതിൻ്റെ താഴെയുള്ള ഈ പോർഷൻ അതിൽ വരുന്നില്ല, ആ ഭാഗം ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഈ പോർഷനും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ലടാ, ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിലേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതാണ് നോക്കേണ്ടത്. അടുത്തത്, ഇതിൻ്റെ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ പോർഷൻ വരുന്നില്ലേ, ഈ പോർഷൻ ഇതിൻ്റെ മുകളിലേക്ക് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഗ്രാഫിൻ്റെ നോക്കാം. ഒരു ലൈനിൻ്റെ മാത്രം നോക്കിയാൽ പോരാ, 2 ലൈനിൻ്റെ 3 ലൈൻ ഉണ്ടെങ്കിൽ 3 ലൈനിൻ്റെ നോക്കണം. ഇവിടെ 2 ലൈനാണ് തന്നത്. അപ്പോൾ രണ്ടാമത്തെ ലൈന് താഴേക്ക് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ താഴേക്ക് എന്ന് പറയുമ്പോൾ ഈ പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് എന്ന് പറയുമ്പോൾ ഈ പോർഷൻ വരുന്നുണ്ടോടാ, അപ്പോൾ ആ പോർഷൻ എന്തായാലും പറ്റൂല എന്ന് ഉറപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴേക്ക് എന്ന് പറയുമ്പോൾ ഈ പോർഷനും വരും. പക്ഷേ നേരത്തെ മുകളിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ പോർഷനും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ 2 പോർഷൻ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ പോർഷനാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കും ആവണം, ഇതിൻ്റെ താഴേക്കും ആവണം, ഈ കാണുന്ന ലൈനിൻ്റെ താഴേക്കും ആവണം, ഈ കാണുന്ന ലൈനിൻ്റെ മുകളിലേക്കും ആവണം. അങ്ങനെ രണ്ടും കൂടി കോമൺ ആയിട്ട് വരുന്ന ഒറ്റ പോർഷൻ അല്ലേ ഉള്ള ഗ്രാഫിലുള്ളൂ. ഈ പോർഷനും പറ്റൂലെങ്കിൽ പിന്നെ ഏത് പോർഷനുള്ളൂടാ? ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പോർഷൻ മാത്രമല്ലേ ഷെയ്ഡ് ചെയ്യാനുള്ളൂ. ആ പോർഷൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയ്ഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതിനെയാണ് എന്ത് റീജിയൻ എന്ന് പറയുന്നതാ? ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചതാണ് ഫീസിബിൾ റീജിയൻ. ഓക്കെ, അപ്പോൾ ഫീസിബിൾ റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഷെയ്ഡ് ചെയ്ത് വെച്ച പോർഷൻ്റെ കോർണർ പോയിന്റുകൾ, അതിൻ്റെ മൂലകൾ ഉണ്ടല്ലോ, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ മൂലകൾ മാത്രം മതി നമുക്ക് ഓർത്തു വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ മൂലകൾ കോർണറുകളായിട്ട് വരുന്ന ഭാഗങ്ങളെ പോയിന്റുകൾ നിങ്ങൾ മാർക്ക് ചെയ്തണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് പോർഷനിൽ ചെയ്യാനുള്ളത്. ഈ കോർണറുകൾ 2 കോർണറുകൾ ഓൾറെഡി ഇവിടെ ഉണ്ടടാ. 2 കോർണറുകൾ എഴുതി വെച്ചത് തന്നെയല്ലേ. ഒന്നാമത്തെ കോർണർ 0,6 ആണ്, രണ്ടാമത്തെ കോർണർ 0,5 ആണ്. 2 കോർണറുകൾ ഓൾറെഡി നമ്മളെ ഗ്രാഫിൽ തന്നെ ഉണ്ട്. ഇനി മൂന്നാമത്തെ കോർണർ എന്ന് പറയുന്നത് ഇതല്ലടാ, ഈ കാണുന്നതല്ലേ മൂന്നാമത്തെ കോർണർ. ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന് ഞാൻ എ എന്ന് പേര് കൊടുത്തു, ഇതിന് ഞാൻ ബി എന്ന് പേര് കൊടുത്തു, ഇതിന് ഞാൻ സി എന്ന് പേര് കൊടുത്തു. പക്ഷേ സിൻ്റെ പോയിന്റുകൾ ഏതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഗ്രാഫിക്കലി നല്ല വൃത്തിക്ക് സ്കെയിൽ വെച്ചിട്ട് അടയാളമൊക്കെ വെച്ചിട്ടാണ് വരച്ചതെന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ താഴേക്ക് ഇങ്ങനെ നീട്ടി വരച്ചാൽ ഇവിടെ 4ഉം ഇങ്ങനെ നേരെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3യും കിട്ടും. അതായത് 4,3 എന്ന് പോയിന്റുകൾ ഗ്രാഫ് നോക്കിയിട്ട് നേരിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഒരു ഓപ്ഷൻ അതാണ്. നിങ്ങൾ ഗ്രാഫ് എന്ത് ചെയ്യണം? നല്ല വൃത്തിക്ക് സ്കെയിലൊക്കെ ഉപയോഗിച്ചിട്ട്, സ്കെയിൽ സെൻറ്റിമീറ്ററിൻ്റെ അളവുണ്ടല്ലോ, ആ അളവ് ഇങ്ങനെ വ്യത്യാസത്തിൽ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? വൃത്തിക്ക് വരച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? നേരിട്ട് ആ പോയിന്റ് എഴുതാം. ഇനി അങ്ങനെ അല്ല, അത് കണ്ടിട്ട് മനസ്സിലാകാത്തൊരു പോയിന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണടാ? ഈ 2 ലൈനുകൾ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് അല്ലേടാ അത്. ആ 2 ലൈനിൻ്റെയും ഇക്വേഷൻസ് ഒന്ന് എടുത്ത് എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? 3x + 4y = 24 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? x + 2y = 10 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ ടേബിളിൻ്റെയും കസേരൻ്റെയും പെന്നിൻ്റെയും പുസ്തകത്തിൻ്റെ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റിനുകളുടെ എക്സിൻ്റെയും വൈൻ്റെ ഒക്കെ വില കാണാൻ. അപ്പോൾ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റുകളോ അല്ലെങ്കിൽ വൈൻ്റെ കോയിഫിഷ്യൻറ്റോ ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആക്കണം നിങ്ങൾ. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ആണോ? ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 3x ആണ്, ഇവിടെ x ആണ്. ഒന്നെങ്കിൽ രണ്ടും 3x ആക്കണം. ഇവിടെ 3x ആക്കണമെങ്കിൽ × 3 ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. രണ്ടാമത്തെ ഇക്വേഷന് ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആടാ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. രണ്ടാമത്തെ ഇക്വേഷന് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. എന്താ കിട്ടടാ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് ഇക്വേഷൻ മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്താൽ ഇവിടെ എന്താവും? 3 × x 3x + 3 × 2 6y = അപ്പുറത്ത് എന്താ ഇവിടെ 30 എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി ഞാൻ. ഈ ഇക്വേഷൻ ഈ നിങ്ങൾ ആദ്യം കണ്ടുവച്ച ഒന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുക. അതാണ് ഞാൻ ചെയ്യണത്. തേർഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. അതെന്താ കിട്ടുക? ഇതാ ഈ ഇക്വേഷൻ്റെ താഴെ ഇക്വേഷൻ എഴുതി കൊടുക്കുക. 3x + 4y = 24 എന്ന് എഴുതി കൊടുത്തു. മൈനസ് ചെയ്തു. ഓരോ ടേമും മൈനസ് ചെയ്യുക. 30 - 24 ചെയ്താൽ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അതേപോലെ തന്നെ 6y - 4y ചെയ്താൽ 2y = ഇവിടെ 3x - 3x ചെയ്താൽ 0യും കിട്ടും. അപ്പോൾ 2y = 6 കിട്ടിയാൽ y = എന്താ ഇവിടെ 3 എന്ന് കിട്ടും. y = 3 കിട്ടിയാൽ y = എന്നുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഒന്നാമത്തെ ഇക്വേഷനിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിലോ കൊടുക്കുക. ഞാൻ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ കിട്ടുക? x +
2 × 3 = 10 എന്ന് കിട്ടി. 2 × 3 6 അല്ലേ, അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താവും x + 6 = 10, x = എന്ത് കിട്ടൂടാ 4 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 4 ആണ്, വൈൻ്റെ വാല്യൂ 3 ആണ്. കിട്ടിയില്ലേ? ഇനി ഇങ്ങനെ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഈ പറഞ്ഞത്. അല്ലെങ്കിൽ ഗ്രാഫ് വൃത്തിക്ക് വരച്ചാൽ ഗ്രാഫിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ കോർണറുകളായിട്ടുള്ള 3 പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിയടാ. കോർണറായിട്ടുള്ള 3 പോയിന്റ് കിട്ടിയില്ലേ? ഇത് 3ഉം കിട്ടിയാൽ ഇനി പരിപാടി വളരെ എളുപ്പമാണ്. നിങ്ങൾ ആദ്യം നിങ്ങളെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്കൊരു Z ഇവിടെ ഇല്ലേന്നോടാ, ഒരു Z ഇല്ലേന്നോ, ഇതാ ഇതല്ലേ നമ്മളെ Z = 200x + 500y. അയാളെ ഇനിയാണ് നമുക്ക് ആവശ്യം, മാക്സിമൈസും മിനിമൈസും ചെയ്യാനാണ് ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് പോർഷനിൽ ഇതാ കോർണർ പോയിന്റ്, ഇങ്ങനെ ഒരു ടേബിളാണ് നിങ്ങൾ അടുത്ത് വരക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക, കോർണർ പോയിന്റ് എന്ന് എഴുതുക. കോർണർ പോയിന്റുകൾ ഏതൊക്കെയാണ്? ഇവിടെ കോർണർ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ? ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ 0,5, 0,6, 0,5ന് A എന്ന് പേരും 0,6ന് B എന്ന പേരും കൊടുത്തിട്ടുണ്ട്. 4,3ക്ക് നമ്മൾ എന്തും കൊടുത്തിട്ടുണ്ടാ, C എന്ന പേരും കൊടുത്തില്ലേ? ഇതാ അങ്ങനെയല്ലേ കൊടുത്തത്, ABC കൊടുത്തില്ലേ? ആ പോയിന്റുകൾ അങ്ങനെ കോർണർ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ താഴേക്ക് എഴുതി കൊടുക്കുക. ഇപ്പുറത്തെ രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് ആയിട്ട് Z എന്ന് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് മാക്സിമൈസ് മിനിമൈസ് എന്ന് പറഞ്ഞാൽ തന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ Z ആക്കിയിട്ട് എടുക്കുക. ഈ Zലെ എക്സിനും വൈക്കും പകരം ഈ രണ്ട് വാല്യൂസ് ഇട്ട് കൊടുക്കടാ. 200x എന്നുള്ളത് 200 × എക്സിൻ്റെ വാല്യൂ 0 ആണ്, പ്ലസ് 500 × 5 വൈൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 500 × 5 ചെയ്താൽ 2500 എന്ന് കിട്ടും. ഇങ്ങനെ സെറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെയും സെറ്റിൻ്റെ വാല്യൂ കാണണം, ഇവിടെയും സെറ്റിൻ്റെ വാല്യൂ കാണണം. അങ്ങനെ ഓരോന്നും ഇവിടെ ആവുന്ന സമയത്ത് 4ഉം 3ഉം ആണ് എക്സിനും വൈക്കും പകരം കൊടുക്കേണ്ടത്. ഇവിടെ ആവുമ്പോൾ 0ഉം 6ഉം ആണ് എക്സിന് പകരം കൊടുക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. ഒന്നെങ്കിൽ മാക്സിമൈസ് മാത്രമാണ് ചോദിക്കുക, അല്ലെങ്കിൽ മിനിമൈസ് മാത്രമാണ് ചോദിക്കുക. കുറേ ക്വസ്റ്റ്യനിൽ മാക്സിമൈസ് കണ്ടിട്ടുണ്ട്, കുറേ ക്വസ്റ്റ്യനിൽ മിനിമൈസും കണ്ടിട്ടുണ്ട്. ഇത് രണ്ട് ചോദിച്ചാലും ഒരെണ്ണങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ ഞാൻ മാക്സിമൈസും മിനിമൈസും കണ്ടുപിടിക്കാൻ കാരണം നിങ്ങൾക്ക് ഏത് ചോദിച്ചാലും എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ മാക്സിമൈസ് ആണ് നിങ്ങളോട് ചോദ്യം ചോദിച്ചതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫൈനൽ ആൻസർ ആക്കിയിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ട. ഈ സെറ്റിന്റെ വാല്യൂവിൽ മാക്സിമം വാല്യൂ ഏതാണോ അതാണ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ അല്ലടാ മാക്സിമം വാല്യൂ. അപ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കണം മാക്സിമം വാല്യൂ ഓഫ് സെറ്റ്. ഫൈനൽ ആൻസർ ഇങ്ങനെ എഴുതണോ നിർബന്ധമാണ്, അത് മിസ്സാക്കി പോകരുത്. മാക്സിമം വാല്യൂ ഓഫ് സെറ്റ് = 3000 അറ്റ് ദ പോയിന്റ്. ഏത് പോയിന്റിലാണ് 3000 മാക്സിമം വാല്യൂ കിട്ടുന്നത്? 0,6 ആ പോയിന്റ് അവിടെ ഒന്ന് എഴുതി കൊടുക്കുക. മാക്സിമം വാല്യൂ ഓഫ് സെറ്റ് = 3000 അറ്റ് ദ പോയിന്റ് 0,6 എന്ന് അവിടെ എഴുതി കൊടുക്കാം. മിനിമം ആണെങ്കിലും അതേപോലെ എഴുതുക. മിനിമം വാല്യൂ ഓഫ് സെറ്റ് = ചെറിയ വാല്യൂ ഇതിൽ ഏതാണ്? മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2300 ആണ്. 2300 അറ്റ് ദ പോയിന്റ് 4,3. 4,3 എന്ന് പറയുന്ന പോയിന്റിലല്ലടാ 3000 കിട്ടിയത്, സോറി 2300 കിട്ടിയത്. അത് നേരെ എഴുതി കൊടുക്കുക. 2300 എന്ന് നേരിട്ട് ആൻസർ എഴുതി കൊടുക്കുക. സിമ്പിൾ അല്ലടാ, സിമ്പിൾ സാധനമാണ്. നേരിട്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് പഠിച്ചിട്ട് പോകണം. 6 മാർക്ക് സിമ്പിളായിട്ട് കിട്ടാനുള്ള സാധനമാണ്. ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, 6 മാർക്കുമാണ്. ഓക്കെ ശരിയല്ലടാ, സെറ്റല്ലേ? ഇനി ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാനിവിടെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഒറ്റയ്ക്ക് മറ്റേ ക്വസ്റ്റ്യൻ്റെ ക്ലാസ് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനും അതേപോലെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഷെയ്ഡഡ് പോർഷനൊക്കെ എഴുതിയെടുക്കുക. മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കൂലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മിസ് ചെയ്യരുത്, എന്തായാലും പഠിച്ചിട്ട് പോകണം. 6 മാർക്ക് കിട്ടാനുള്ള ചാപ്റ്ററാണ്, മിസ് ചെയ്യരുത്. ഓക്കേടാ, പഠിച്ചിട്ട് പോയിക്കോളൂടാ. താങ്ക് യു സോ മച്ച്.